ഹൃദയവേദനകളുടെ ഒരു വലിയ ജീവചരിത്രം തന്നെ. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 44-ാം സങ്കീർത്തനം നാം പ്രാർത്ഥനയോടെ ചിന്തിക്കുമ്പോൾ ഈ സങ്കീർത്തനത്തിൽ നിന്ന് ധാരാളം അർത്ഥവത്തായ കാര്യങ്ങൾ നമ്മുടെ ആത്മാവിൻ്റെ ആശ്വാസത്തിനും നമ്മുടെ തണുപ്പിനുമായിട്ട് നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുന്നുണ്ട്. ഏത് മനുഷ്യൻ്റെയും ഹൃദയമരുന്നാണ്, ഹൃദയാശ്വാസത്തിൻ്റെ ഔഷധമാണ് സങ്കീർത്തനങ്ങളെന്ന് നമുക്ക് അനുമാനിക്കാം. ഏത് ആപൽഘട്ടത്തിലും ധൈര്യപ്പെടുവാനും പ്രചോദിക്കപ്പെടുവാനും ആത്മധൈര്യം പ്രാപിപ്പാനും ദൈവത്താൽ എഴുതപ്പെട്ട ഒട്ടനവധി ജീവവരികൾ ഈ സങ്കീർത്തനങ്ങളിലുണ്ട്. പലപ്പോഴും അത് നമുക്ക് വലിയ ആശ്വാസമായി നമ്മുടെ ക്രിസ്തീയ പാതയിൽ നമുക്ക് ഇടയായി തീർന്നിട്ടുണ്ട്. ഈ 44-ാം സങ്കീർത്തനത്തിൻ്റെ എഴുത്തുകാർ കോരകപുത്രന്മാരാണ്. 42 മുതൽ 49 വരെ കോരകപുത്രന്മാരാൽ ചമയ്ക്കപ്പെട്ട എഴുത്തുകളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആരാണ് ഈ കോരകപുത്രന്മാർ? അവരുടെ പിതാക്കന്മാരെ പറ്റി പറയുന്നതായിരിക്കും ഏറ്റവും ശ്രദ്ധേയമെന്ന് തോന്നുന്നു. അവരുടെ പിതാക്കന്മാർ അബിരാം, ധാതാൻ, കോരഗ്, ഓൻ എന്ന് പറയുന്ന ഈ പ്രമുഖ വ്യക്തികൾ മോശയോടും അഹരോനോടുമൊക്കെ പിറുപിറുക്കുകയും അവരുടെ ഔദ്യോഗിക ചുമതലകളിൽ തർക്കിക്കുകയൊക്കെ ചെയ്തതിൻ്റെ പേരിൽ ദൈവം അവരെ ന്യായം വിധിക്കുന്നതായിട്ട് കാണും. അപ്പോൾ ഈ മേൽപ്പറഞ്ഞ കോരകിൻ്റെ പിതാക്കന്മാർ അവരുടെ ആത്മീയ ഉൾക്കാഴ്ചയിൽ വരുത്തിയ അന്ധത അവരെ ന്യായവിധിക്ക് ഹേതുവാക്കുമ്പോൾ കോരകപുത്രന്മാരുടെ ആത്മീയ ഉൾക്കാഴ്ച അവരെ പ്രതാപശാലികളും അവരെ മാന്യന്മാരുമാക്കി മാറ്റും. ആലയത്തോട് ബന്ധപ്പെട്ട് അതിൻ്റെ കാവൽക്കാർ, ആലയ ആരാധനയുടെ സംഗീതജ്ഞന്മാർ, ആലയ കാവ്യങ്ങളുടെ രചയിതാക്കൾ, ഇങ്ങനെ നിലയിൽ അവർ നൈപുണ്യമുള്ളവരും നിപുണന്മാരുമായിട്ട് മാറുകയാണ്. ദൈവം അവരെ ആദരിക്കുകയാണ്. ആത്മീയ കാഴ്ചപ്പാടിൻ്റെ ആ ഒരു ഗൗരവം അവരെ അനുഗ്രഹിക്കപ്പെട്ടവരാക്കി മാറ്റുമ്പോൾ ആത്മീയ കാഴ്ചപ്പാടിൽ വന്ന അലംഭാവം തൻ്റെ പിതാക്കന്മാരെ ദൈവകോപത്തിന് ഇരയാക്കി മാറ്റുകയാണ്. ഈ 44-ാം സങ്കീർത്തനം കോരകപുത്രന്മാർ ഏറ്റവും സന്തോഷത്തോടെ അവർ എഴുതുകയാണ്. തങ്ങളുടെ പിതാക്കന്മാരോട് കോപിച്ച ദൈവത്തോട് നീരസം വെച്ച് പുലർത്താതെ ആ ദൈവ വഴിയിൽ ശരണപ്പെട്ടും ആശ്രയിച്ചും ഭയപ്പെട്ടും അനുസരിച്ചും ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കോരകപുത്രന്മാർ. അവർ തലമുറയോളം ദൈവത്താൽ മാനിക്കപ്പെട്ടു. അനുസരണവും ആശ്രയവും ഒക്കെ ദൈവത്തോട് ബന്ധപ്പെട്ട് തലമുറയോളം അത് അനുഗ്രഹമായി മാറുന്നതാണ്. 44-ാം സങ്കീർത്തനത്തിൻ്റെ ഓരോ വരികളും നാം ശ്രദ്ധയോടെ വായിച്ചാൽ ഇതിൽ ഓരോ വരികൾക്കകത്തും അതിതീവ്രമായ വേദനകൾ, വൈരങ്ങൾ, വൈരികളുടെ ഭാഗത്തുള്ള എതിർപ്പുകൾ, വ്യക്തിപരമായ ജീവിതത്തിൻ്റെ തകർച്ചകൾ, നെരിപ്പോട് പോലെ ഉരുകുന്ന എരിയുന്ന അന്തർഭാഗത്തുള്ള ഹൃദയവേദനകൾ, അങ്ങനെ ഒട്ടനവധി ഹൃദയവേദനകളുടെ ഒരു വലിയ ജീവചരിത്രം തന്നെ ഇതിനകത്ത് എഴുതി വച്ചിട്ടുണ്ട്. ഇസ്രായേൽ ജനത്തിൻ്റെ തോൽവികൾ, അവരുടെ മത്സരങ്ങൾ, അന്യദേവനെ കൈക്കൊള്ളുന്നത്, അവരുടെ ആത്മീയ പരാജയങ്ങൾ, ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കിയാകാം കോരകപുത്രന്മാർ ആത്മാവിൽ ഈ വരികൾ രചിച്ചിട്ടുണ്ടാവുക. എങ്കിൽ ഇതിലെ ഒരു വാക്യം വളരെ ശ്രദ്ധേയമാണ്. ഇത് 44-ാം സങ്കീർത്തനം അതിൻ്റെ 6-ാം വാക്യമാണ്. ഞാൻ എൻ്റെ വില്ലിൽ ആശ്രയിക്കില്ല, എൻ്റെ വാൾ എന്നെ രക്ഷിക്കുകയുമില്ല. നീ അത്രേ ഞങ്ങളെ വൈരികളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചത്, ഞങ്ങളെ പകച്ചവരെ നീ ലജ്ജിപ്പിച്ചുമിരിക്കുന്നു. നോക്കുക, കോരകപുത്രന്മാർ അവർ പറയുന്ന ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഞങ്ങൾക്കുണ്ടായ ജയം, ഞങ്ങൾ മുന്നേറിയത്, ഞങ്ങൾക്കുണ്ടായ അനുഗ്രഹം അല്ലെങ്കിൽ ഞങ്ങൾക്കുണ്ടായ മേന്മകളെല്ലാം ഞങ്ങളുടെ സ്വന്തം ശക്തി കൊണ്ടൊന്നുമല്ല, മറിച്ച് ഞങ്ങൾ വാളിനെയോ മറ്റ് യാതൊരു ബലത്തെയോ ആശ്രയിച്ചില്ല ഞങ്ങൾ ജയിച്ചത്. ഞങ്ങൾ മുന്നേറിയതിൻ്റെ ഏക അടിസ്ഥാനം ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഏത് നേട്ടങ്ങൾക്ക് പിൻപിലും നമ്മളല്ല, നമ്മുടെ ബുദ്ധിയല്ല, മറിച്ച് നാം ഭയത്തോടെ ദൈവത്തെ ആശ്രയിച്ചതിൻ്റെ പേരിൽ ദൈവം നൽകിയ നന്മകളാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഏത് ഉയർച്ചയുടെ നിദാനം എന്ന് നമ്മളെല്ലാവരും ഉൾക്കൊള്ളുന്നു. അതത്രേ അതിൻ്റെ ഗൗരവമായ സത്യമെന്ന് പറയുന്നു. എന്നാൽ ഈ ഭാഗത്ത് തന്നെ മറ്റൊരു വാക്യം പറയുന്നുണ്ട്. അത് ഈ 10-ാം വാക്യമാണ്. ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമത്തെ ഞങ്ങൾ മറക്കുകയോ
ഞങ്ങളുടെ കൈകളെ അന്യദൈവത്തിങ്കിലേക്ക് മലർത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അത് ശോധന ചെയ്യാതിരിക്കുമോ? ദൈവം ഹൃദയത്തിൻ്റെ രഹസ്യങ്ങളെ അറിയുന്നവർ. പ്രിയമുള്ളവരെ, ഏറ്റവും ശ്രദ്ധേയമായൊരു കാര്യം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലെ ആത്മീയതയാണ്. ഇന്ന് ഉപരിവിപ്ലവമായിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നതല്ല. ഓരോ മനുഷ്യൻ്റെയും അന്തർഭാഗത്തിലെ ദൈവബന്ധം, അതാണ് ദൈവം നോക്കുന്നത്. അവൻ്റെ ഹൃദയം, അവൻ്റെ മനോഭാവം, അവൻ്റെ മനസ്സിലെ ദൈവഭക്തി, അവൻ്റെ ഹൃദയത്തിലെ ദൈവബന്ധം, അവരുടെ ഹൃദയത്തിലെ രഹസ്യങ്ങൾ, ഇതെല്ലാം ശോധന ചെയ്ത അറിയുമൊരു ദൈവമുണ്ട്. ആ വെളിച്ചത്തിൽ മാത്രമാണ് ദൈവം തൻ്റെ ഭക്തന്മാരെ കടാക്ഷിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഉപരിവിപ്ലവമായ എന്തെങ്കിലും ഭാഗ്യപ്രകടനങ്ങൾ കൊണ്ടല്ല അനുഗ്രഹങ്ങൾ സിദ്ധിക്കുക. ആമേ, മനസ്സിൻ്റെ നിർമ്മലതയിൽ നിന്ന് വരുന്ന മനോഭാവത്തിൽ നാം ദൈവത്തിന് കൊടുക്കുന്ന ഭക്തിയുടെയും വേർപെട്ട ജീവിതത്തിൻ്റെയും ഉൾക്കാഴ്ചയാണ് നമ്മെ അനുഗ്രഹത്തിന് ഉടമകളാക്കി മാറ്റുന്നത്. കോരകപുത്രന്മാർ അതേ അർത്ഥത്തിൽ പറയുന്ന ഈ വരികളോട് ചേർന്ന് നമുക്കും പറയാം, അന്തർഭാഗത്തിന് സത്യം ഇച്ഛിക്കുന്ന ദൈവം, നമ്മെ ശോധന ചെയ്ത് അറിയുന്ന ദൈവം. കർത്താവ്, എൻ്റെ ഭാവം, എൻ്റെ വേദനകൾ, എൻ്റെ ജീവിതം ഒന്നും അങ്ങയ്ക്ക് മറവല്ല. നീ എല്ലാം അറിയുന്ന ദൈവമാണ്. എൻ്റെ ജയപരാജയങ്ങൾ, എൻ്റെ ഞെരുക്കങ്ങൾ, എൻ്റെ ആകുലതകൾ, എൻ്റെ ജീവിതത്തിലെ കുറവുകൾ, കുറ്റങ്ങളെല്ലാം നീ ദൂരത്തുനിന്ന് അറിയുന്നു. ആ ദൈവത്തിനൊന്നും മറവല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്തിനൊന്നും മറവായിരിക്കുമില്ലല്ലോ. ആ ദൈവത്തെ ഭയപ്പെട്ട് ആ ദൈവത്തിന് ഇഷ്ടമുള്ളത് ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള ഒരു ആവേശം ഈ 44-ാം സങ്കീർത്തനം നമുക്ക് തരുന്നത് കൊണ്ട് നമുക്കും ആവേശത്തോടെ മുന്നേറാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.